തലവേദന എന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് വെയിലത്തിറങ്ങി നടക്കുക. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഏട്ടൻ സിറ്റിയിൽ വീട് വെച്ച് അച്ഛനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോണെന്ന് കേട്ടു. അതൊന്നും തീരുമാനിച്ചിട്ടില്ലടാ. ഇനി പോയാൽ തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനൊന്നും പോണില്ല. കുറച്ചു ദിവസം അവന്റെ കൂടെ, കുറച്ചു ദിവസം നിന്റെ കൂടെ മാറി മാറി നിൽക്കാം. എന്താ? ഞാനും സിറ്റിയിലൊരു വീട് വെച്ചാലോ എന്ന് ആലോചിക്കുക. നിനക്ക് ഈ വീടില്ലേ? ഓ, എനിക്കെന്തിനാ ഈ പഴഞ്ചൻ വീട്? ഞാനും ഏട്ടനെ പോലെ 10-25 കിലോമീറ്റർ പോയിട്ടല്ലേ ജോലി ചെയ്യണേ. നല്ല മോഡേൺ സ്റ്റൈലിൽ സിറ്റിയിലൊരു വീട് വയ്ക്കണമെന്ന് എനിക്ക് വലിയ മോഹം. അതിനിപ്പോ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയത് എത്രയാന്ന് നിനക്കറിയാലോ. അത് സുമിത്രയും ഹരിയും കൂടി ചോദിച്ചിരിക്കുക. ഈ വീട് വിൽക്കാം. എത്ര കൊല്ലം പഴക്കമുള്ളതാ. ഏത് കാറ്റത്താ ഇടിഞ്ഞ് വീഴുന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ? മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അസ്ഥിത്തറ ഇവിടെയല്ലേ ഉള്ളത്. അത് വിട്ടിട്ട് പോവാൻ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല. അമ്മ പറഞ്ഞ അച്ഛൻ കേൾക്കാണ്ടിരിക്കില്ല. ഞാൻ പണിയണ വീട്ടില് അച്ഛനും അമ്മയ്ക്കും നല്ല സ്റ്റൈലൊരു ബെഡ്റൂം. അതല്ല, രാധയുടെ കാര്യത്തിന്. അതിന് ഞങ്ങൾക്കും കൂടി ഉത്തരവാദിത്വം ഇല്ല അമ്മേ. ശമ്പളം കിട്ടിയ മാസം 500 രൂപ വെച്ച് അച്ഛന്റെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ കയറൂ. എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചാ പോരാ, സമ്മതിപ്പിക്കണം. ശക്തി പറഞ്ഞ ശിവൻ കേൾക്കാണ്ടിരിക്കോ? ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ തോയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക. മേന്ന് അലുവ കടയിന്ന് വാങ്ങാനല്ലേ പറ്റൂ. എനിക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എന്താ പതിവില്ലാണ്ടത്? കുട്ടികളറിയാതെ നമുക്ക് രണ്ടാൾക്കും മാത്രം കുറച്ചുണ്ടാക്കിയതാ. കുട്ടികൾ അറിയണ്ടേ? അയ്യേ, തനിക്കിത് എന്തു പറ്റി? ഈ പ്രായത്തിൽ ഇങ്ങനെ നമുക്ക് മാത്രമായിട്ടൊരു മധുരം ഉണ്ടോ? ഈ ചിരിയിൽ എന്തോ കള്ളത്തരമുണ്ടല്ലോ. എനിക്കറിയാം, മേന്നിങ്ങനെ പറയുള്ളൂന്ന്. അച്ഛന് കിട്ടിയ പണത്തിന് മക്കള് ചില പദ്ധതികളൊക്കെ കൂട്ടണുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞൂടല്ലോ എന്ന്. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? 250 റുപ്യ ശമ്പളക്കാരനായിട്ടാ ഞാൻ തന്റെ കൈക്ക് പിടിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ശമ്പളം കൊണ്ടുവന്ന് ഏൽപ്പിക്കണമല്ലാതെ എന്തെങ്കിലും കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഓണമായാലും വിഷു ആയാലും കല്യാണമായാലും പിറന്നാളായാലും ബഡ്ജറ്റ് ഇടുന്നതും തീരുമാനം എടുക്കുന്നതും ഒക്കെ താനല്ലേ? നാളെ തന്നെ ആ രൂപ മുഴുവൻ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എന്താ വേണ്ടെച്ചാ ചെയ്തോളൂ. കുട്ടികളുടെ പദ്ധതികൾ എന്താണെന്ന് അറിയണ്ടേ? അച്ഛമ്മല്ലേ എതിരും പറയൂന്നാ എന്റെ പേടി. നീ മനസ്സമാനായിട്ട് കിടന്ന് ഉറങ്ങ്. അതൊക്കെ അമ്മ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. വീട് വിൽക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞ എന്താ ചെയ്യാ? കോടതിയിൽ കേസൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ സ്വന്തം സമ്പാദ്യല്ലേ, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അല്ല, നീ നിയമവും വകുപ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? ഓ, ഇതൊക്കെ അറിയാൻ വക്കീലിന് പഠിക്കൊന്നും വേണ്ട. ഈശ്വര, അച്ഛന് നല്ല മനസ്സ് തോന്നിയാ മതിയായിരുന്നു. ഓക്കെ, അപ്പോ മാസം ഏതാണ്ട് 1000 റുപ്യയോളം നമ്മുടെ കൈ വരും. വിഷുക്കൈനീട്ടം കൊടുക്കാനോ പിറന്നാൾ സമ്മാനം വാങ്ങാനോ അത് ധാരാളം. വേണമെങ്കിൽ ചോറ്റാനിക്കരയിലോ ഗുരുവായൂരിലോ എവിടെ വെച്ചാ ഇഷ്ടം പോലെ പോയി തൊഴിയാവാം. പിന്നൊരു കാര്യം, കുട്ടിയോട് നമുക്കൊരുക്കുന്ന സ്റ്റൈലൻ ബെഡ്റൂമിൽ വന്ന് ഇടയ്ക്ക് എനിക്ക് കാലിരുമി തരണം, മുറുക്കാനെടുത്തു തരണം. മുറുക്കാനോ? നിർത്തിയ ദുശീലങ്ങളൊക്കെ പിന്നെയും തുടങ്ങാൻ പോവാ. ഓ, മനുഷ്യനായ എന്തേലും ഒരു ദുശീലം വേണോടൂ. അതൊന്നും ഇനി വേണ്ട. വേണ്ടെങ്കി വേണ്ട. പക്ഷേ
ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാടോ ഒരു സുഖം. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അലുവയോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കുക, ഒരു നിവേദ്യം പോലെ. ആ പിന്നെ കുട്ടികളുടെ വീട് പണിയും രാധികയുടെ മംഗല്യം ഒക്കെ മംഗളമായിട്ട് നടന്ന ഗുരുവായൂർ വന്ന് കുളിച്ചു തൊഴാമെന്ന് നേർന്ന് ഒരു 101 ഉറുപ്പിക എടുത്ത് കിഴിയേറ്റി വെക്കുക. അതൊക്കെ ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞു. ആഹാ, എന്നാ ഇനി ഇത്തിരി മധുര. അർദ്ധരാത്രിയുടെ പരിധി ആ കാർ പൊക്കോണ്ടേയിരുന്നു. ഒരു വളവ് തിരിഞ്ഞതും കാത്തിരുന്ന മതി. നീ വാലടച്ചിരുന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി വന്ന വരാന്തല്ല ഇങ്ങനെ കിടന്നോട്ടെ. പ്രായമായ മനുഷ്യനല്ലേ? അങ്ങനെ വലിയ സിമ്പതൊന്നും തോന്നേണ്ട കാര്യമില്ല. ഈ തന്ത ആയുഷ്കാലം നന്നാവാൻ പോണില്ല. അടിച്ച വഴിയെ പോയില്ലേ, പോയ വഴി അടിക്കണം. തന്ത ആയാലും ശരി, മോനായാലും ശരി. ദീപ സ്വയം വാലോർന്നോട്ടെ. രാത്രിയല്ലേ സാറേ, എന്തെങ്കിലും കൊടുത്താ? രാത്രി എന്താ റോഡിന് നീളം കൂടു? സാറിന് 10 രൂപ കൊടുക്കുള്ളൂ. മീറ്ററിന് മേലെ എന്തെങ്കിലും കൂടെ താ സാറേ. അതിനൊരു ചവിട്ടേരാം, എടുത്തോണ്ട് പോടാ. 3 വീലായപ്പോ ജവാണ്ടില്ലേ? അപ്പൊ 4 വീലായിരുന്നെങ്കിൽ ഇവൻ ആരായിരുന്നേ? വീണു ആരാണ് പിടിച്ച? കയ്യെന്ന് വിടുവാ. ആരെന്നെ പിടിക്കണ്ട. അച്ഛൻ ഇഷ്ടമാണോ മക്കൾക്ക് ഇഷ്ടമാവില്ല, മക്കൾക്ക് ഇഷ്ടമാണോ അച്ഛൻ ഇഷ്ടമാവില്ല. എന്താ ചെയ്യുക? തലയിലെടുത്ത് തലമുടി പഠിച്ചാ പോവോ? വലിയ വേദാന്തം പറഞ്ഞ എന്നെ സോപ്പിടല്ലേ. സോപ്പ് വീട്ടിലുള്ള തന്തയ്ക്ക് ഇറക്കാത്തവനും ഒക്കെ എന്നെ കുഴിയിലാക്കിയിട്ടേ ഉള്ളൂ. അച്ഛൻ മുന്നോട്ട് വന്നേ. വിടറാ, വിടാ, വിടറാ. എത്ര മത്സരിച്ചാലും തമ്പി കണ്ടുള്ളൂ വിടില്ല. വിട്ടു. നോക്കിക്കോ, നോക്കിക്കോ. റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. അയ്യോ, ദേ വീണു. ആണ്ട പട്ടാളം വീണു. പൊക്ക് പൊക്ക്. ഓ, ഓ, വാളടിച്ച്. എന്നെ കൊണ്ട് വയ്യ. മിക്സിട്ട് തിളപ്പിച്ച വെള്ളവാ. എഴുന്നേറ്റ് മൂടി പോച്ച നാവിയുണ്ടേ. എന്നെ ആരും ചികിത്സിക്കണ്ട. സാറിനെ അല്ല, സാറിന്റെ പനിയെ ചികിത്സിക്കാനാ. എണീക്ക്. ഓ, ഒന്ന് എണീക്കാൻ. ഓ, ഇവിടെ ബ്രാൻഡി എല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് ബാക്കിയുള്ളവരുടെ പാടെ. ഇങ്ങോട്ട് തിരിഞ്ഞേ. നോക്കി പേടിപ്പിക്കാനും വേണ്ട. ശബ്ദിച്ച് മുറി മുഴുവൻ വൃത്തികേടാക്കിയത് കഴിയെ തുടച്ച് കിടന്നപ്പോഴേ നേരം വെളുക്കാറായി. ഒന്ന് തിരിഞ്ഞേ. ശനിയാഴ്ച ഒരു മദ്യപിക്കുന്ന എന്റെ ഒരു ശീലമാ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നും. ഓ, 7 ശനി 2 ശനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മദ്യപാന ശനി ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുക. ശരിക്കും നാവിയുള്ളു. നന്നായിട്ടൊന്ന് വേർക്കട്ടെ. അങ്ങോട്ട് കുടിച്ചേ. വേണ്ട, വിഷമൊന്നുമല്ല. ചുക്കും കുരുമുളകും കൂടിയിട്ട കാപ്പിയാ. ഒറ്റ വലിക്ക് കുടിച്ചിട്ട് നന്നായിട്ട് നാവി കൊണ്ടേ ശരിക്കൊന്ന് വേർത്ത് കഴിഞ്ഞാൽ പനി പമ്പ അടക്കും. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. അടുത്ത മദ്യപാന ശനി വരുമ്പോ എഴുന്നേറ്റ് നടക്കണ്ടേ. ദാ അങ്ങോട്ട് വാങ്ങിക്കും. ആഹാ, എഴുന്നേറ്റോ? എങ്ങോട്ടാ പുറപ്പാട്? അത്താഴത്തിന്റെ ആണോ? എന്റെ ഈ ചില്ലറയില്ല. ഉണ്ണാൻ വരുമ്പോ തന്നാ മതി. ഊണിനുള്ളതല്ല. വിസിറ്റ് ആകെ പിടിച്ചതിനും ചുക്ക് കാപ്പിക്കും. ആ, അതിനാണോ? അതിന് ഇത്രയൊന്നും വേണ്ട. ഇന്നലെ മുറി കഴുകി തുടച്ചെന്ന് പറഞ്ഞില്ലേ, അതിനും പിന്നെ ട്രീറ്റ് ചെയ്യാനുള്ള നേഴ്സിംഗ് ഫീസും എല്ലാം കൂടെ ചേർത്താ.